പി.കെ. ശശിയെ പോലെ ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു CPM നേതാവ് പാലക്കാട് ജില്ലയിൽ ഇല്ല എന്ന് NN കൃഷ്ണദാസ്. അമിതമായ ലാളന കിട്ടിയത് കൊണ്ടാകും പിന്നീട് പാർട്ടിക്കെതിരെ തിരിഞ്ഞത്. സെക്രട്ടറിമാർ മാറുമ്പോൾ പാർട്ടിയുടെ സമ്പ്രദായം മാറില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ടല്ലോ. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ പി.കെ. ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിയുടെ പരാതികളുണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുള്ള ഒരാൾക്കും CPIയിൽ നിന്ന് CPMൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ലാളന കിട്ടിയതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ഒരുപാട് ലാളിക്കാൻ പോയത് എന്ന ചോദ്യം ഉയരുന്നില്ലേ? ഇത്രയധികം കുഴപ്പക്കാരനാണെന്ന് ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പറയുന്നുണ്ട്. സമൂഹ മാധ്യമത്തിലൊക്കെ രൂക്ഷമായ ഭാഷയിൽ കുറിക്കുന്നുണ്ട്. എന്നിട്ടും പറയുന്നു ലാളന ഒരുപാട് കിട്ടിയ ആളാണ് എന്ന്. അനാശാസ്യ കേന്ദ്രമാക്കി പാർട്ടി ഓഫീസ് പ്രവർത്തിപ്പിച്ചു എന്ന് വരെ പറയുന്നു. ഈ പാർട്ടി ഓഫീസൊക്കെ അനാശാസ്യ കേന്ദ്രമായി പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുകയായിരുന്നോ, മൗന അനുവാദം നൽകുകയായിരുന്നോ ഇത്രനാളും ഈ ലാളനയിലൂടെ എന്ന് തിരിച്ചു ചോദിച്ചാൽ ഇവർക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്കൊരു തോന്നൽ.